ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിലെ എക്കാലത്തെയും അപകടകാരികളായ ഓപ്പണിംഗ് ബാറ്റർമാരുടെ ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ രണ്ടു പേരുകളായിരിക്കും എല്ലാവരുടെ മനസ്സിലേക്കും വരുന്നത്. ഒരാൾ ബൗളർമാരുടെ പേടി സ്വപ്നമായിരുന്ന മുൻ ഇതിഹാസ താരം വീരേന്ദർ സേവാഗ്. എന്നാൽ മറ്റൊരാൾ നിലവിലെ ക്യാപ്റ്റൻ കൂടിയായ രോഹിത് ശർമ്മയായിരിക്കും. രണ്ടും വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ അറ്റാക്കിംഗ് ബാറ്റിംഗിലൂടെ ലോകമെമ്പാടും ആരാധകരെ നേടിയെടുത്ത താരങ്ങളാണ്. രണ്ടുപേരും പല ബാറ്റിംഗ് റെക്കോർഡുകളും തങ്ങളുടെ പേരിൽ കുറിച്ചിട്ടുള്ളവരുമാണ്. ഏകദിന ഫോർമാറ്റിൽ ഇവരിൽ നിന്ന് ഏറ്റവും ബെസ്റ്റിനെ തിരഞ്ഞെടുക്കാൻ ആവശ്യപ്പെട്ടാൽ ആരും ഒന്ന് വിയർക്കും. കാരണം അത് വളരെയേറെ ദുഷ്കരമായ ഒരു കാര്യമാണ്. സേവാഗ്, രോഹിത് ഈ രണ്ടുപേരിൽ ഏകദിനത്തിൽ കൂടുതൽ കേമൻ ആരാണെന്ന് നമുക്ക് റെക്കോർഡുകൾ നോക്കി പരിശോധിക്കാം. ക്രിക്കറ്റിനെ നമ്മൾ ഒരു സിനിമയായി പരിഗണിക്കുകയാണെങ്കിൽ അതിൽ തുടക്കം മുതൽ അവസാനം വരെ എല്ലാവരെയും ഒരുപോലെ രസിപ്പിക്കുന്ന, ത്രില്ലടിപ്പിക്കുന്ന ശരിക്കും ഒരു എന്റർടൈനറാണ് സേവാഗ്. പക്ഷേ രോഹിത്തിന് അങ്ങനെ ഒരു വിശേഷണം നമുക്ക് നൽകാൻ സാധിക്കില്ല. കാരണം ശ്രദ്ധയോടെ തുടങ്ങിയ ശേഷം പിന്നീട് കത്തിക്കയറുന്ന ശൈലിയാണ് അദ്ദേഹത്തിൻ്റെത്. വീരു അങ്ങനെയല്ല. പിച്ചിനെയോ ബൗളറെയോ നോക്കാതെ ആദ്യ ബോൾ മുതൽ ആഞ്ഞടിക്കുകയാണ് വീരുവിന്റെ തന്ത്രം. ബോൾ കാണൂ, അടിക്കൂ എന്ന ശൈലി കരിയറിലുടനീളം പിന്തുടർന്ന അപൂർവ ക്രിക്കറ്ററാണ് അദ്ദേഹം. നേരിടുന്ന ആദ്യത്തെ 3 ബോളുകളിലും സിക്സർ അടിക്കാൻ ഭയമില്ലാത്ത ബാറ്ററായിരുന്നു സേവാഗ്. അദ്ദേഹം അത് കളിക്കളത്തിൽ ചെയ്തിട്ടുമുണ്ട്. സിക്സറിലൂടെ ട്രിപ്പിൾ സെഞ്ചുറി പൂർത്തിയാക്കാനും അദ്ദേഹം മടി കാണിച്ചിട്ടില്ല. രോഹിത്തിനോളം സ്ഥിരതയോ ഡബിൾ സെഞ്ചുറികളോ സേവാഗ് നേടിയിട്ടില്ലെന്നുള്ളത് ശരിയാണ്. ഇതിന്റെ കാരണവും അദ്ദേഹത്തിന്റെ ഈ അഗ്രസീവ് ശൈലിയായിരുന്നു. തീർത്തും വ്യത്യസ്തമായ 2 സാഹചര്യങ്ങളിൽ കളിച്ച് വിലസിയവരാണ് രോഹിത്തും സേവാഗും. സേവാഗ് ആണെങ്കിൽ വേൾഡ് കപ്പിൽ 2011 വേൾഡ് കപ്പിൽ തുടക്കത്തിലെ ആദ്യ മത്സരങ്ങളിലെല്ലാം തുടക്കത്തിൽ 4 അടിച്ച് ഇന്നിങ്സ് സ്റ്റാർട്ട് ചെയ്ത വ്യക്തിയാണ്. ഇപ്പോൾ കുറെ കൂടി ബാറ്റിംഗ് അനുകൂലമാണ് സാഹചര്യമെങ്കിലും സേവാഗിന്റെ സമയത്ത് അങ്ങനെയല്ലായിരുന്നു. ബാറ്റർമാരും ബൗളർമാരും കട്ടയ്ക്ക് പോരാടിയ ഒരു സമയത്താണ് അദ്ദേഹം കളിച്ചത്. പക്ഷേ T20യുടെ വരവോടെ ക്രിക്കറ്റ് ബൗളർമാരെ കൈവിടുകയും ബാറ്റിങ്ങിന് കൂടുതൽ പ്രാധാന്യം നൽകുകയും ചെയ്തതായി നമുക്ക് കാണാം. ഇതിന്റെ ഭാഗമായി ക്രിക്കറ്റ് നിയമങ്ങളിലും മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇവയെല്ലാം ബാറ്റർമാരെ സഹായിക്കുന്നതുമാണ്. ഇവ മാത്രമല്ല, സേവാഗിന്റെ കാലഘട്ടത്തിലെ ബൗളർമാരെ രോഹിത് കളിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലത്തുള്ളവരുമായി താരതമ്യം ചെയ്യാനും സാധിക്കില്ല. ഗ്ലെൻ മഗ്രാത്ത്, ഡ്രൈറ്റ്ലി, ഷെയ്ൻ വോൺ, വസീം അക്രം, ഷുഹൈബ് അക്തർ, വഖാർ യൂനസ്, ഷെയ്ൻ ബോണ്ട്, പൊള്ളോക്ക്, മുത്തയ്യ മുരളീധരൻ തുടങ്ങി ഇതിഹാസ ബൗളർമാരുടെ സുവർണ കാലഘട്ടത്തിലാണ് സേവാഗ് കളിച്ചിട്ടുള്ളത്. ഈ കാര്യങ്ങളെല്ലാം പരിഗണിക്കുമ്പോൾ കൂടുതൽ വെല്ലുവിളി ഉയർത്തിയ സാഹചര്യങ്ങളിൽ കളിച്ചിട്ടും അഗ്രസീവ് ഇന്നിങ്സുകൾ കളിച്ചിട്ടുള്ള സേവാഗ് തന്നെയാണ് രോഹിത്തിന് ഒരുപടി മുകളിലെന്ന് പറയേണ്ടി വരും. അതേസമയം ഏകദിന ഫോർമാറ്റിൽ സേവാഗിന്റെയും രോഹിത്തിന്റെയും കരിയർ താരതമ്യം ചെയ്താൽ മുൻതൂക്കം രോഹിത്തിന് തന്നെയാണ്. ഇന്ത്യക്ക് വേണ്ടി 251 ഏകദിനങ്ങളാണ് സേവാഗ് കളിച്ചിട്ടുള്ളത്. ഇതിൽ നിന്ന് 35.06 ശരാശരിയിൽ 104.34 സ്ട്രൈക്ക് റേറ്റിൽ 8273 റൺസ് ആണ് സേവാഗ് അടിച്ചു കൂട്ടിയിട്ടുള്ളത്. ഒരു ഡബിൾ സെഞ്ചുറിയും 11 സെഞ്ചുറികളും 38 ഫിഫ്റ്റികളും ഇതിൽപ്പെടും. ഉയർന്ന സ്കോർ 219 ആണ്. രോഹിത്തിന്റെ ഏകദിന കരിയർ എടുത്താൽ 262 മത്സരങ്ങൾ അദ്ദേഹം ഇപ്പോൾ കളിച്ചു കഴിഞ്ഞു. ഇവയിൽ നിന്ന് 49.12 ശരാശരിയിൽ 91.97 സ്ട്രൈക്ക് റേറ്റിൽ 10,709 റൺസ് ആണ് സ്കോർ ചെയ്തിട്ടുള്ളത്. 3 ഡബിൾ സെഞ്ചുറികളും 31 സെഞ്ചുറികളും 55 ഫിഫ്റ്റികളും ഇതിൽപ്പെടും. ഉയർന്ന സ്കോർ ആണെങ്കിൽ 264 റൺസുമാണ്. ഏകദിനത്തിലെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ എന്ന ഈ ലോക റെക്കോർഡ് ഇപ്പോഴും തിരുത്തപ്പെട്ടിട്ടുമില്ല. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.